ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 10ാം ഭാഗത്തേക്ക് ഊഷ്മളമായ സ്വാഗതം. വസ്ത്രം മനുഷ്യജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ള ഒന്നാണ് വസ്ത്രം. കാരണം ജനനം മുതൽ മരണം വരെ നമ്മുടെ ശരീരത്തോടും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ഐഡൻറ്റിറ്റിയോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വസ്ത്രവും വസ്ത്രധാരണവും. പരിശുദ്ധ കുർബാനയിൽ ആരാധനാക്രമത്തിൽ നമ്മൾ വിശുദ്ധ വസ്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിന് പ്രത്യേകമായി വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപാരമ്പര്യത്തിലും സഭാപിതാക്കന്മാരുടെ ദർശനങ്ങളിലും പണ്ഡിത മതങ്ങളിലും പ്രത്യേക സ്ഥാനമുണ്ടതിന്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:21 ദൈവമായ കർത്താവ് അവരെ വസ്ത്രം ധരിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ആദത്തിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ട ഈ വസ്ത്രം, പാപം മൂലം നഷ്ടപ്പെട്ട വസ്ത്രം, ദൈവം തന്നെ തൻ്റെ തിരുക്കുമാരനിലൂടെ തിരിച്ചു കൊടുക്കുകയാണ്. റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ വസ്ത്രം. നമ്മൾ മാമോദീസായിലും നമ്മുടെ എല്ലാ കൂദാശകളിലും നമ്മൾ ഈ പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു ശൈലിയുണ്ട്, പ്രാർത്ഥനകളുണ്ട്. യെശയ്യായുടെ പുസ്തകം 59:17 സങ്കീർത്തനങ്ങൾ 104:2 2 ദിനവൃത്താന്തം 24:20 ലൂക്കായുടെ സുവിശേഷം 24:49 ഈ വിശുദ്ധ വസ്ത്രം, റോബ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അലങ്കൃതമായ തിരുവസ്ത്രങ്ങൾ ആരാധനാക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്വർഗീയമായ ആരാധനയുടെ മാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധമായ സ്വർഗീയമായ ഒരു കർമ്മം നിർവഹിക്കാൻ ഭൗമികമായവയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായതിൽ വരുത്തുന്ന മാറ്റവും ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തി സ്വർഗീയ ആരാധനയ്ക്ക് തന്നെ ഒരുക്കുന്നതുമാണ് ഈ വിശുദ്ധ വസ്ത്രങ്ങളിലൂടെ സൂചിതമാകുന്നത്. എല്ലാ പാരമ്പര്യങ്ങളിലും എല്ലാ ആരാധനാക്രമ സംസ്കാരത്തിലും വസ്ത്രങ്ങളും വിശുദ്ധ വസ്ത്രങ്ങളും പല രീതിയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ വൈദികർ അണിയുന്ന തിരുവസ്ത്രങ്ങൾ പ്രധാനമായും കൊത്തീന, സൂനാറ, ഊറാറ, സന്ദേ, പൈന അല്ലെങ്കിൽ കാപ്പ. ഇത്രയുമാണ് വൈദികർ ധരിക്കുന്ന തിരുവസ്ത്രങ്ങൾ. പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സ്വർഗീയമായ ബലി അർപ്പിക്കാൻ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഈ ബലി അർപ്പിക്കാൻ കടന്നു വരുന്ന വൈദികൻ ആദ്യം ധരിക്കുന്നത് കൊത്തീനയാണ്. സത്യത്തിൻ്റെ അറിവിൽ നവീകരിക്കപ്പെട്ടതും ക്രിസ്തുവിൻ്റെ കൃപയാൽ നിറഞ്ഞതുമായ പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. കൊത്തീന എന്നാൽ ആ നീണ്ട ഒരു തരം അങ്കി, ഒരു വസ്ത്രമാണ്. പുരോഹിതൻ ലോഹയുടെ മുകളിൽ ആദ്യം ധരിക്കുന്ന വസ്ത്രമാണ്. അതിനുശേഷം തൻ്റെ അരയിൽ ഒരു കെട്ടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സൂനാറ. പരിശുദ്ധിയുടെ അരക്കെട്ടാണ്. ദൈവിക ശുശ്രൂഷയ്ക്കും സേവനത്തിനും വേണ്ടി ഒരാൾ തന്നെ ഒരുക്കി സേവന സന്നദ്ധനായി എന്നതിൻ്റെ സൂചനയാണ്. പരമപരിശുദ്ധനായ ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്നതിൻ്റെയും ഭാഗമാണ് സൂനാറ കെട്ടി തന്നെ പരിശുദ്ധിയുടെ അടയാളമായി വേർതിരിക്കുന്നത്. മാർത്തോമാ സ്ലീവായോടുകൂടിയ ഒരു അരക്കെട്ടാണത്. അതാണ് പുരോഹിതൻ കൊത്തീനയുടെ മുകളിൽ അണിയുന്നത്. മൂന്നാമത് ധരിക്കുന്നതാണ് ഊറാറ, സ്റ്റോൾ. നീതിയുടെ ശോഭയും ആത്മാവിൻ്റെ അലങ്കാരവുമായാണ് പുരോഹിതൻ ഊറാറ അണിയുന്നത്. ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഔദ്യോഗിക അടയാളവും ദൈവിക സ്വാതന്ത്ര്യത്തിൽ താൻ ചെയ്യുന്ന സേവനത്തെയും സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവജനത്തെ നയിക്കാനുള്ള തൻ്റെ പൗരോഹിത്യ ധർമ്മത്തെയും ഊറാറ സൂചിപ്പിക്കുകയാണ്. കഴുത്തിലൂടെ അണിയുന്ന ഇരുവശങ്ങളിലേക്കും തൂങ്ങി നിൽക്കുന്ന ആ സ്ലീവായുടെ അടയാളത്തോടു കൂടിയ ആ തിരുവസ്ത്രത്തിൻ്റെ പേരാണ് ഊറാറ. അതിനുശേഷം കൈകളുടെ കൈപ്പത്തി വരെയുള്ള ഭാഗം മറയ്ക്കുന്ന 2 ചെറിയ കൈയുറകൾ, സന്ദേ. അതും സ്ലീബ മുദ്രിതമാണ്. പുരോഹിതൻ തൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുന്ന
ദൈവിക രഹസ്യങ്ങളുടെ പരമപരിശുദ്ധിക്ക് വേണ്ടി തൻ്റെ കൈകളെ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒപ്പം കൈകൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ സ്ലീവായുടെ നാമത്തിലുള്ള ആശീർവാദം കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നോർമ്മിക്കുക. അങ്ങനെ ആ 2 കൈകളിലും അണിയുന്ന കൈയുറയുടെ പേരാണ് സന്ദേ. ഏറ്റവും മുകളിലായിട്ട് ധരിക്കുന്നതാണ് കാപ്പ അല്ലെങ്കിൽ പൈന. ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും ധരിച്ച് ജീവിതകാലം മുഴുവൻ നൈർമല്യത്തിലും പരിശുദ്ധിയിലും ഈ ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ മിശിഹായെ ധരിക്കുകയാണ് പുരോഹിതൻ. സത്യത്തിലും വിശുദ്ധിയിലും മിശിഹായെ പ്രതിനിധീകരിച്ച് സഭയിൽ ദൈവജനത്തെ നേർവഴി നടത്തുന്ന ഇടയനായി തന്നെ മാറ്റുകയാണ് കാപ്പ ധരിച്ചുകൊണ്ട് വൈദികൻ. ഇത്രയുമാണ് വൈദികൻ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായി തന്നെ അണിയിക്കുന്ന വസ്ത്രങ്ങൾ. ഇതുകൂടാതെ പരിശുദ്ധ കുർബാനയിൽ കാസ ഉണ്ട്, പീലാസയുണ്ട്, ഈശോയുടെ തിരുരക്തവും തിരുശരീരവും വഹിക്കുന്ന പാത്രങ്ങൾ, സംഗീഞ്ഞുണ്ട്, കാസ തുടച്ച് വൃത്തിയാക്കുന്ന കുരിശടയാളത്തോടുകൂടിയ വെളുത്ത തുണിക്കഷണം, കെത്താനയുണ്ട്. കെത്താനയും ചതുരാകൃതിയിലുള്ള ഒരു വെളുത്ത തുണിയാണ്, അതിനും കുരിശടയാളമുണ്ട്. കൂടാതെ മൂടി വയ്ക്കാനുള്ള കബലാന, ചതുരാകൃതിയിലുള്ള ഒരു കട്ടിയുള്ള സ്ലീവാടയാളത്തോടു കൂടിയ ഒരു മൂടിയാണത്. ശോശപ്പ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ബലിപീഠത്തിൽ തിരുശരീരവും തിരുരക്തവും ഒരുക്കി വെച്ചതിന് ശേഷം ശോശപ്പ കൊണ്ട് മൂടുകയും പിന്നീട് ആ ശോശപ്പ ചുരുട്ടി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സഭാപിതാക്കന്മാർ പറയുന്നത് ഈ ശോശപ്പ ഈശോയെ കല്ലറയിൽ സംസ്കരിച്ച് ഈശോയുടെ കല്ലറയ്ക്ക് മുകളിൽ വെച്ച കല്ലാണെന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ട വിശുദ്ധ വസ്തുക്കളും വിശുദ്ധ വസ്ത്രങ്ങളും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.